2023 ഡിസംബർ 15 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ നവകേരള യാത്രക്കിടെ മുഖ്യമന്ത്രിക്ക് നേരെ രണ്ട് ചെറുപ്പക്കാർ കരിങ്കൊടി കാണിച്ചു. യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന അജയ് ജുവൽ കുര്യാക്കോസും KSU ജില്ലാ പ്രസിഡന്റായിരുന്ന AD തോമസും. അന്ന് മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരുടെ കയ്യിൽ നിന്ന് വലിയ രീതിയിലുള്ള മർദ്ദനമായിരുന്നു ഇരുവർക്കും ഏൽക്കേണ്ടി വന്നത്. അന്ന് തലപൊട്ടി ചോരയൊലിച്ച AD തോമസ് ഇന്ന് ആലപ്പുഴയുടെ MLA ആണ്. ആദ്യ മന്ത്രിസഭയിലെ ആദ്യ തീരുമാനം അത് പുനരന്വേഷിക്കാനാണ്. വലിയ സന്തോഷം. ഇങ്ങനെ ഒരു തീരുമാനം UDF സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അധികാരത്തിലെത്തി ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായതിൽ വലിയ സന്തോഷവും. പക്ഷേ അന്നത്തെ ഒരു മർദ്ദന ദൃശ്യം, അന്ന് നിങ്ങളെ രണ്ടുപേരെയും പോലീസ് പിടിച്ചു മാറ്റി കൊണ്ടുപോയി അവരുടെ കൈവശം നിങ്ങളെ വെക്കുകയാണ്. ആ സമയത്താണ് ഗൺമാന്മാർ ഓടി വന്ന് ക്രൂരമായ രീതിയിൽ ആക്രമിക്കുന്നത്. നിന്നെയൊക്കെ തീർത്ത് കളയുമടാ എന്ന് വിളിച്ചൊരു കേട്ടളറിക്കുന്ന ഒരു തെറി കൂടി ഉപയോഗിച്ചാണ് ഞങ്ങളെ ആക്രമിക്കുന്നത്. നിയമപരമായി ആദ്യം പരാതി കൊടുക്കുന്നു, പരാതി സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല. രണ്ടാമത് SP പരാതി കൊടുക്കുന്നു, പരാതി സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല. അതിനുശേഷം കോടതി ഇടപെടലിലൂടെയാണ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുന്നത്. ഇങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നുള്ള രീതിയിലാണ് റഫർ ചാർജ് കൊടുക്കുന്നത്. വീണ്ടും കോടതിയിൽ ഞങ്ങൾ തെളിവ് സഹിതം അന്ന് ഷൂട്ട് ചെയ്ത ഫോൺ അടക്കം ഹാജരാക്കിയാണ് രണ്ടാമത് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഇപ്പോഴും അതിൻ്റെ റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തിട്ടില്ല. പക്ഷേ ഇനി അങ്ങനെ നടക്കില്ല. അന്ന് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത് P ശശിയാണ്. ഇന്ന് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത് P ശശിയല്ല. കോൺഗ്രസിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയാണ്, മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ. അപ്പോൾ ഇത് കൃത്യമായ അന്വേഷണം നടക്കും. കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാവും. ഞാൻ തുടക്ക സമയത്ത് പറഞ്ഞതുപോലെ തന്നെ വെട്ടിയത് മറന്നിട്ടുണ്ട്, പക്ഷേ വെട്ടേറ്റ മരം അത് മറന്നിട്ടില്ല. അതിന് കൃത്യമായ നടപടി അത് ജനാധിപത്യപരമായ രീതിയിൽ നിയമപരമായി മാത്രം ഉണ്ടാവും. പക്ഷേ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നായിരുന്നു ആ ഉദ്യോഗസ്ഥൻ്റെ റിപ്പോർട്ട്. അദ്ദേഹത്തിനെതിരെയും അടക്കം നടപടി വേണ്ടതല്ലേ? അതെ, രാജാവിനേക്കാൾ വലിയ രാജഭക്തി വെച്ച് പുലർത്തുന്ന ചില ഉദ്യോഗസ്ഥർ അത് സേനയിലുണ്ട്, മറ്റു പല തലങ്ങളിലുമുണ്ട്. അവർക്കെതിരെയെല്ലാം ശക്തമായ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജോജി ആ ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തിയില്ലായിരുന്നു എങ്കിൽ ഒരുപക്ഷെ ആ കേസ് ഒരുപക്ഷെ ഇതേപോലെ പുനരന്വേഷണത്തിന് പോലും ഇല്ലാതായിപ്പോയനെ. അതെങ്ങനെയായിരുന്നു ആ ദൃശ്യങ്ങൾ പകർത്തി? ബസ് കടന്നു പോയി കഴിഞ്ഞാണ് ഗൺമാന്മാർ ഇറങ്ങി വന്നടിക്കുന്നത്. അപ്പം അത് നമ്മളെ ഒരു മാധ്യമപ്രവർത്തന നിലയിലെ ഗൺമാന്മാർ ഇറങ്ങി വന്നപ്പം അതൊരു ലംഘനമാണല്ലോ പ്രോട്ടോകോൾ. അപ്പോൾ അത് കൃത്യമായി നമ്മളത് പകർത്തി. പക്ഷേ ആ ദൃശ്യങ്ങളാണെന്ന് തോന്നുന്നു ഒരുപക്ഷെ ഇന്നിപ്പോൾ ഒരു പുനരന്വേഷണം നടത്തുകയാണെങ്കിൽ പോലും പ്രധാനമായിട്ടുള്ളൊരു തെളിവായിട്ട് മാറുക. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ദൃശ്യങ്ങളെടുത്ത മൊബൈൽ കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ ആ പോലീസുകാരെ കാണുകയാണെങ്കിൽ ഒരുപക്ഷെ AD തോമസിന് മുമ്പിൽ ഒരു സല്യൂട്ട് ചെയ്ത് നിൽക്കേണ്ട ഒരു സാഹചര്യമാണ്. ഒരുപക്ഷെ ഒരു കാലം കാത്തു വെച്ചൊരു കാവ്യനിധിയാണ്. ഗൺമാൻ അനിലിനെയോ സന്ദീപിനെയോ അല്ലെങ്കിൽ കൃത്യമായി നമുക്ക് അവരുടെ അഡ്രസ്സ് ഉൾപ്പെടെ അറിയാം. ആ ഉദ്യോഗസ്ഥരെയൊന്നും തെരുവിൽ കിട്ടുമ്പോൾ കയ്യോ കാലോ തല്ലിയോടിക്കുന്ന അതൊരു ശരിയായ രീതിയല്ല എന്ന് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അവരെ ആക്രമിക്കുന്നത് ശരിയായ രീതിയല്ല, അല്ലെങ്കിൽ അങ്ങനെ ആഹ്വാനം ചെയ്യുന്നത് പോലും ശരിയല്ല, അത് മനസ്സിൽ ചിന്തിക്കുന്നത് പോലും ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. പക്ഷേ രാഷ്ട്രീയമായി നിയമപരമായി ഒരു നടപടി ഉണ്ടാവും. മോണി വർഗീസിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.